വേന്ദ്രഞ്ഞ മെക്സവൻ കുടുംബാംഗങ്ങൾ. ഈ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബീച്ചെന്നോ ചാലപ്പുറമെന്നോ ഒന്നുമില്ല. നമ്മൾ എൻ്റെ പാഠങ്ങളിൽ പഠിച്ചത് ബീച്ചിൽ നിന്നാണ്. ബീച്ചിൽ നിന്നും അവിടെ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ബീച്ചാണ് നമ്മുടെ തുടക്കം. അതിനുശേഷം നമ്മൾ കുറച്ചാളെ ഇവിടുന്ന് പുറത്താക്കി ചാലപ്പുറത്തേക്ക്. അതിലായി നമ്മുടെ കടവത്തും അച്ഛൻ പുറത്താക്കിയല്ലോ, അവർ പുറത്ത് പോയതാണ്. ഇങ്ങനൊരു സൗകര്യമാണ്. ഏതായാലും എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. നേരത്തെ നമ്മുടെ സ്വാഗത പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ നമ്മുടെ മറ്റേ 3 പേര് ഇന്ന് നമ്മുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ റിട്ടേർഡ് ഹൈസ്കൂളിലെ BHSC പ്രിൻസിപ്പാളായിട്ടുള്ള ആശിഷ് സാറ്, വ്യാസൻ, 3 പേരും പരിശുദ്ധമായ ഹജ്ജ് വേണ്ടി പുറപ്പെടുകയാണ്. അല്ലാഹു മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അതോടൊപ്പം യാതൊരു പ്രയാസവും ഇല്ലാതെ ഉദ്ദേശിച്ച പോലെ വളരെ റാഹത്തോടുകൂടി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഇവർക്ക് 3 പേർക്കും സാധിക്കുമാറാകട്ടെ. അതോടൊപ്പം നിങ്ങളുടെ ഹജ്ജ് യാത്രയിലും ഹജ്ജ് വേളയിലും നമ്മുടെ ഈ പാവപ്പെട്ട മെമ്പർമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറയുകയാണ്. കാരണം അതും അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബമാണ്. അങ്ങനെ ഒരു കുടുംബമായി. കാരണം സത്യത്തിൽ ഈ കുടുംബക്കാർ പോലും ഇങ്ങനെ ഒരു സംഘടിപ്പിക്കുന്നത് ഉണ്ടാവില്ല, യാതൊരു സംശയമില്ല. എന്നും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ 6:30 മണി 6:15 ആകുമ്പോഴേക്ക് ഇവിടെ എത്തി ഇങ്ങനെ സംഗമിക്കുക എന്ന് പറയുമ്പോൾ അത് യാതൊരു സംശയമില്ല. അത് ആ മെക്സവൻ്റെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ തന്നെയാണ്, വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഇതേപോലെ മറ്റേ നമ്മളിപ്പോൾ ഇന്ന് ചെറിയൊരു ലഘു ഭക്ഷണം കൂടി കരുതിയിട്ടുണ്ട്. അത് കഴിച്ചിട്ടേ നമ്മുടെ ആളുകൾ പോകാവൂ. അതിൽ ഇന്നലെ ആരോ മറ്റേ കാരക്ക വേണമെന്നുള്ള ഈ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്തിനാ ഒരു 3 പേര് പോകുന്നുണ്ടല്ലോ, പിന്നെ നമ്മളിപ്പോൾ ഈ സമയത്തൊരു കാരക്ക ഈ വേണമെന്നുള്ളൊരു അഭിപ്രായം